പുതിയ വീഡിയോ ആയിട്ട് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ലാലിഗ മാച്ച് കളിക്കാൻ പോവുകയാണ്. നിങ്ങൾ പറയൂ, ഞാൻ റയൽ മാഡ്രിഡോ ബാർസലോണ? എനിക്ക് തോന്നുന്നു നമുക്ക് റയൽ മാഡ്രിഡ് എടുക്കാം. കാരണം റയൽ മാഡ്രിഡിൽ എംബാപ്പെ ഒക്കെ ഉണ്ട്, പക്ഷെ ഓഫ് സൈഡ് വന്നേ ഇല്ലു. സാരല്ല, നമുക്ക് ഇപ്രാവശ്യം റയൽ മാഡ്രിഡ് തന്നെ എടുക്കാം. ഗൈസ്, പോകുന്നില്ല. നമുക്ക് റയൽ മാഡ്രിഡ് ഇപ്രാവശ്യം എടുക്കാം ഗൈസ്. അടുത്ത വീഡിയോയിൽ ഞാൻ എന്തായാലും ഉറപ്പിച്ചിട്ട് ബാർസലോണ എടുക്കും, നിങ്ങൾ പേടിക്കണ്ട. ഇവിടെ നമ്മൾ എന്തോ QTR ആണ് അവർ കളിക്കാൻ പറയുന്നത്. അപ്പം നമുക്ക് കൺഫേം അടിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ ഫൈൻഡിങ് ഫോർ ഒപ്പോണൻ്റ് ആണ്. അപ്പം നമ്മൾ കളിക്കുമ്പം നിങ്ങൾ ഫുൾ സപ്പോർട്ടൊക്കെ വേണം കേട്ടോ. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം നമുക്ക്. ഒപ്പോണൻറ്റ് ഫൗണ്ട്. അവരേതാണ് ടീമെന്ന് നോക്കാം. അവർ റയൽ മാഡ്രിഡാണ്. അവരുടെ പേരെന്തോ NDAK തൗലജ് അങ്ങനെ എന്തോ ആണ്. നമ്മളെ ടീം പിന്നെ അത് 10G, അതാണ് നമ്മളുടെ ടീം. എല്ലാം സെയിമാണ്, നമ്മൾ അവരും സെയിമാണ്. ഞാൻ ലൈനപ്പ് നോക്കിയിട്ട് ആദ്യം ഫസ്റ്റ് എംബാപ്പയാണ്. എല്ലാ നമ്മൾ രണ്ടാൾ ടീം സെയിമാ തോന്നുന്നു. അവർ എംബാപ്പയ്ക്കും അങ്ങനെയൊക്കെയാണ്. സെയിമാണ്, സെയിം പ്ലേയേഴ്സ്. അവരും ഇതേ സ്ക്വാഡ് തന്നെയാണ്. നമ്മളിറക്കുന്ന സംശയമുണ്ട്, ആയിരിക്കും. കരുകയില്ല, നമുക്ക് കളിക്കാം. റയൽ മാഡ്രിഡ് മാസസ് റയൽ മാഡ്രിഡ്. നമ്മളിവിടെ മാച്ച് തുടങ്ങി. അപ്പുറത്തെ വീണി സീനാണ്, നമ്മളെ വീണി പിന്നെ പറയണ്ട. നമുക്ക് റെഡൊക്കെ എടുക്കാൻ നോക്കാം, റെഡ് കാർഡൊക്കെ. കോർട്ടോസ് നല്ലൊരു പിടിയാണ്. ലോങ് ത്രോ എടുത്തിരിക്കുകയാണ്. ബെല്ലിംഗത്തിൻ്റെ ഒരു മിസ് പാസ്. സാരിയില്ല, നമുക്ക് ബെല്ലിംഗം വെച്ചിട്ട് തന്നെ കളിക്കാം. അവർ ത്രോറിനിരിക്കുകയാണ്. വൽവേർഡെ എൻ്റെ കാലിലേക്കാണ്, മിസ് പാസ്സാണ്. റോഡ്രിഗോ ത്രൂ. അവർ 2 പ്ലേയേഴ്സാണ് വരുന്നത്. നല്ലൊരു ത്രൂ ആയിരിക്കുമെങ്കിലും ഇട്ട് കൊടുക്കാം. റോഡ്രിഗോ മൊത്തം അടിയാണ്, ക്ലാഷ്. ഓഫ് സൈഡ് അല്ലേ? ഓഫ് സൈഡ്. അതാരാണ്? എംബാപ്പെ ആയിരിക്കുമോ? അല്ലേ, നമുക്കിനി മെല്ലെ കളിക്കാം. ഞാനവിടെ റോഡ്രിഗോനായിട്ടും പാസ് ഞെക്കിയിട്ടുണ്ട്. ബെല്ലിംഗം. എംബാപ്പെ. മെല്ലെ ഞാൻ അടി പോയത്, അതാണ്. കോർട്ടോയിസ്. ബെല്ലിംഗം ഈടെ എത്തി. ഇതാണ് ബെല്ലിംഗത്തിൻ്റെ പവർ. എനിക്കൊന്നും അപ്പുറത്തെ ഇനിമി ഇല്ല. അപ്പോൾ എൻ്റെ ഡിസ്കണക്റ്റായോ? ഒരു സംശയമുണ്ട്, പക്ഷെ സാരമില്ല. പാസ്. മെൻഡിൻ്റെ ഒരു എംബാപ്പെ. സ്റ്റിൽ എംബാപ്പെ. ഗോൾ! എംബാപ്പെ
ഗോൾ! എംബാപ്പയുടെ സിഗ്നേച്ചർ സെലിബ്രേഷൻ. കൈ അടിച്ചു കൊടുക്കണം അതിനൊക്കെ, കാരണം എംബാപ്പയുടെ ഹാർഡ് വർക്കാണ്. എംബാപ്പ ലെഫ്റ്റ് വെച്ചിട്ടാണ് അടിച്ചത്. വാട്ട് എ ഗോൾ! കളി നമ്മൾ ജയിക്കുമെന്നാണ് തോന്നുന്നത്. ഒപ്പോണൻറ്റിൻ്റെ നെറ്റ് പോയി. നമുക്കപ്പോൾ ഡിഫെൻസ് ഇട്ട് കളിക്കാം. ഇവിടെ ഒരു ഫ്രീ ഗോളായിരിക്കും. ഫ്രീ ഗോൾ. വിനീഷ്യസ്, നമ്മുടെ സ്വന്തം വിനീഷ്യസ്. അവൻ്റെ അടുത്ത് നിന്ന് ബാലൻ ഡി ഓർ പോയി, പക്ഷെ അത് റോബിഡാണ് ശരിക്കും. റോബ് ചെയ്ത്. പക്ഷെ യെസ്, വിനീഷ്യസ് അവർ പ്ലെയർ. യെസ്, ഹീ സ്കോർഡ് ദേർ. യെസ്, ഫസ്റ്റ് ഹാഫിൽ എനക്കാണ് മുൻതൂക്കം. 2-1 വിനീഷ്യസിൻ്റെയും എംബാപ്പയുടെയും ഗോൾ. എൻ്റെ പവറാണത്. നമുക്കിവിടെ വിനീഷ്യസിനെ കൊണ്ട് ഹാട്രിക് അടിപ്പിച്ചാലോ? അതാണ് നല്ലത്. ഇല്ലെങ്കിൽ എംബാപ്പെ മതിയാ. ഇവിടെ വൽവ് എവിടെയാണ്? നമുക്കറിയാം അവർ ഡിസ്കണക്ട് ചെയ്തിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് ഞാൻ അവിടെ പോയി ബോൾ എടുക്കട്ടെ. എംബാപ്പേൻ്റെ ഹാട്രിക്. ഈസ് ട്രൈയിങ് ഫോർ എ ഹാട്രിക്. ഇനി ഗോളി നേരെ ബാക്കോട്ടേക്കാണ്. ത്രോ ഒന്നായിരിക്കില്ല, കാരണം ഡിസ്കണക്റ്റഡാണ്. വേഗം ഓടിയെത്തി. എംബാപ്പേക്കാണ് ബോള്. എംബാപ്പെ മിൽട്ടോ. എംബാപ്പെ ഗോൾ! ഞാൻ ഇന്ന് എംബാപ്പേനെ കൊണ്ട് ഹാട്രിക് അടിപ്പിക്കും. ഇതെൻ്റെ വാക്കാണ് ഗൈസ്. എംബാപ്പെ, വാട്ട് എ പ്ലെയർ. ഒരു മുട്ടി ഒരു പ്ലേസ് ആരുമില്ല. എനിക്ക് നല്ലോണം. അതുകൊണ്ട് ഞാൻ അതിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കുകയാണ്. ഞാൻ ഇന്ന് എംബാപ്പേനെ കൊണ്ട് ഹാട്രിക് അടിപ്പിക്കും. എംബാപ്പേൻ്റെ നല്ലൊരു ബാക്ക് പാസ് എന്ന് പറയാനൊന്നും പറ്റില്ല. പക്ഷെ എംബാപ്പെ റോഡ്രിഗോ ബോൾ എടുത്തതാണ്. ഇതാണ് പറയേണ്ടത്. എംബാപ്പേനെ എൻട്രിക്കിനെ സബ്ബാക്കൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ഈയിലേ പോയിട്ട് കൊടുക്കാം. പൊളിപ്പാടത്തിന്. ഇതെന്ത് കളിയാണ്? ടാക്കിൾ ചെയ്തതാണ്. എംബാപ്പയ്ക്ക് എല്ലാവർക്കും യെസ്. എംബാപ്പെ സബ്ബായി സാറില്ല. നമ്മളെന്തായാലും ജയിച്ചു. അതാണ്. നമ്മളെ ഗോളീനെ കൊണ്ട് ഗോൾ അടുപ്പിക്കും. അതാണ് നമ്മളെ പവർ. കണ്ടോ ഒരു പ്ലേസ്. എന്തിനാണ് ഗോളി ക്ലിയർ ചെയ്തത്? വെറുതെ. നമ്മൾ ജയിച്ചു ഗായ്സ്. നമ്മൾ ജയിച്ചു. യെസ്, നമ്മൾ ജയിച്ചു. വി വോൺ. യെസ്, 3-0. 2 goals from Mbappe and 1 from Vinicius. Yes, we won the match. അപ്പം ഗായ്സ്, അടുത്ത മാച്ച് നാളെ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടിടാം. ഇപ്പോൾ ഫോണിൽ ചാർജൊക്കെ കുറച്ച് കുറവാണ്. അച്ഛൻ എവിടെയോ പോയിട്ടാണ് ഉള്ളത്. അപ്പം അടുത്ത വീഡിയോ നാളെയാണ്. അപ്പോൾ അത്ര വരെ ടാറ്റ. ഇനി നാളെ കാണാം. ബൈ.